ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണി പോലും വകവയ്ക്കാതെ ഇന്ത്യയും റഷ്യയുമായുള്ള ദീർഘകാല ബന്ധം തങ്ങൾക്ക് തടസ്സമാകില്ല എന്ന കണ്ടെത്തലോടെ ഇന്ത്യയുമായി ശ്രദ്ധാപൂർവം ഒരു സമഗ്ര സ്വതന്ത്ര വ്യാപാര കരാറിന്റെ അന്തിമ മിനുക്ക് പണികളിലാണ് യൂറോപ്യൻ യൂണിയൻ. ഒരു മാസത്തിനകം യൂണിയന്റെ ആസ്ഥാനമായ ബ്രസൽസിൽ ഈ ഒരു കരാർ പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ഏറെ പ്രതീക്ഷിക്കുന്നത്. യൂണിയനിലെ 27 അംഗരാജ്യങ്ങളുമായും ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വ്യാപാര ഇടപാടുകൾ സാധ്യമാകുമെന്നതാണ് ഈ കരാർ. അവിടെയാണ് കേരളത്തിന്റെ പ്രാധാന്യമിരിക്കുന്നത്. സമുദ്ര സമ്പദ് വ്യവസ്ഥ വഴി ഇന്ത്യ യൂറോപ്പ് സഹകരണത്തിന് കേരളം ഒരു ബ്രിഡ്ജായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വ്യക്തമാക്കിയത്. കോവളത്ത് സംഘടിപ്പിച്ച ബ്ലൂ ടൈഡ്സ് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിൽ 7288 കോടി രൂപയുടെ നിക്ഷേപത്തിനാണ് അങ്ങനെ വഴിയൊരുക്കിയിരിക്കുന്നത്. അതിനൊക്കെ ധാരണാപത്രവുമായി സംസ്ഥാനത്തെ 28 നിക്ഷേപകർ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനിലെ 17 രാജ്യങ്ങളും 2 യൂറോപ്യൻ രാജ്യങ്ങളുടെ നയതന്ത്ര പ്രതിനിധികളും സംരംഭകരും നിക്ഷേപത്തിന് നേരിട്ട് താല്പര്യവും അറിയിച്ചു. ഇതിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി ലഭിക്കുന്ന മുറയ്ക്ക് തുടർ നടപടി ഉണ്ടാകുമെന്നാണ് സംസ്ഥാന ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ മറുപടി നൽകിയത്. മറൈൻ ലോജിസ്റ്റിക്സ്, അക്വാകൾച്ചർ, മത്സ്യബന്ധനം, തീരദേശ ടൂറിസം, പുനരുപയോഗ ഊർജം, ഹരിത സാങ്കേതികവിദ്യ തുടങ്ങിയ മേഖലകളിലെ പങ്കാളിത്തം, നൈപുണ്യ വികസനം, അക്കാദമിക് സഹകരണം, തൊഴിൽ സാധ്യത, നയനവീകരണം, സംയുക്ത ഗവേഷണ വികസനം, സ്റ്റാർട്ടപ്പ് നവീകരണം എന്നിവയിലെ സംയുക്ത സംരംഭങ്ങളും കേരളവും കേന്ദ്ര സർക്കാരും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ തമ്മിലുള്ള ചർച്ചയിൽ ഉൾപ്പെട്ടു. ഓർക്കണം, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ഇതിനെല്ലാം കാരണം. കേരളത്തിന് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളുമായുള്ള ഒരു ടൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ചിരിക്കുന്നത് ഇപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ സാന്നിധ്യമാണ്. യൂറോപ്യൻ യൂണിയനുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ സംയുക്ത പ്ലാറ്റ്ഫോമും നോഡൽ പോയിന്റും അനുവദിക്കണം എന്ന ആവശ്യവും ഈ കോൺക്ലേവിൽ ഉയർന്നു. സുപ്രധാനമായൊരു തീരുമാനമാണിത്. ഈ സംവിധാനം വരുന്നതോടെ അംഗരാജ്യങ്ങളുമായുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ കഴിയുമെന്ന് യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർ ഡെൽഫിൻ പറഞ്ഞു. ബ്ലൂ ഇക്കോണമി കോൺക്ലേവ് കേരളത്തെ കൂടുതൽ പുരോഗതിയിലേക്ക് നയിക്കുമെന്നും സാമ്പത്തികമായി സംസ്ഥാനം വികസിക്കുന്നതിനൊപ്പം സുസ്ഥിര വികസനമാണ് ബ്ലൂ ഇക്കോണമി ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രഖ്യാപിച്ചു. ഈ കോൺക്ലേവ് മാനവരാശിയുടെ പുരോഗമനത്തിന് വേണ്ടിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാജ്യത്ത് സാക്ഷരതാ നിരക്കിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. ആരോഗ്യരംഗത്തും കേരളം മുന്നിലാണ്. ലോകം ഒക്കെ അംഗീകരിച്ച കണക്കാണത്. കോവിഡ് കാലത്ത് മരണനിരക്ക് കുറയ്ക്കാനായ ഏക സംസ്ഥാനമാണ് കേരളം. രാജ്യത്തെ മികച്ച നിക്ഷേപ സൗഹൃദ സംസ്ഥാനം കൂടിയാണ് കേരളം. അങ്ങനെ ടൂറിസത്തിലൂടെ അനന്തമായ സാധ്യതകളുമുണ്ട്. ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും കേരളം മുന്നേറുകയാണെന്ന് മുഖ്യമന്ത്രി യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികളെ അറിയിക്കുകയും ചെയ്തു. ഇന്ത്യയുമായി വിവിധ മേഖലകളിൽ ഇപ്പോൾ സഹകരിക്കുകയാണെന്ന് യൂറോപ്യൻ പ്രതിനിധി സംഘത്തെ നയിക്കുന്ന ഇന്ത്യയിലെ യൂറോപ്യൻ യൂണിയൻ അംബാസഡർ ഹെർ ഡെൽഫിനും വ്യക്തമാക്കി. സാധ്യമായ സഹകരണത്തിനും നിക്ഷേപത്തിനുമൊക്കെ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ ലക്ഷ്യമിടുന്നുണ്ട്. സമുദ്ര അധിഷ്ഠിത വ്യവസായം, തീരദേശ പ്രതിരോധം, സുസ്ഥിരത, ഉയർന്ന നൈപുണ്യം, വെൽനസ്, ടൂറിസം രംഗം ഇതൊക്കെ ഇവിടെ അനന്ത സാധ്യതയുള്ള കേന്ദ്രങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എന്തായാലും വിഴിഞ്ഞം തുറമുഖത്തിന്റെ പ്രവർത്തനം ആരംഭിക്കാനായതാണ്. നിർദ്ദിഷ്ട സമയത്ത് തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങിയതാണ്. കേരളത്തിലേക്ക് ഈ ബ്ലൂ ടൈഡ് എക്കണോമിക് കോൺക്ലേവ് എന്ന പേരിൽ പോലും യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിലെ എല്ലാ അംഗരാജ്യങ്ങളിലെയും പ്രതിനിധികൾ കേരളത്തിലെത്താനും ഇവിടെ കോവളത്ത് അവർ ഒത്തുകൂടാനും വിഴിഞ്ഞത്തിന്റെയും കോവളത്തിന്റെയും ഒക്കെ സാധ്യതകൾ, ടൂറിസത്തിന്റെയും വാണിജ്യ ലോജിസ്റ്റിക്സിന്റെയും ഒക്കെ സാധ്യതകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും ഒക്കെ അവർക്കായത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എത്രത്തോളം ഇനിയും മുന്നേറുമെന്ന് യൂറോപ്യൻ യൂണിയൻ പ്രതിനിധികൾക്ക് വളരെ വ്യക്തമായൊരു ധാരണ വരുത്തി കൊടുക്കാനും സംസ്ഥാന സർക്കാരിനും അദാനി പോർട്സിനും സാധിച്ചു. അതുകൊണ്ട് തന്നെ ഇനി ഇന്ത്യയിലേക്കുള്ള യൂറോപ്യൻ യൂണിയൻ സംഭാവനകൾ, വ്യാപാരങ്ങൾ, വാണിജ്യ ഇടപാടുകൾ ഇതൊക്കെ വരുന്നതിൽ പ്രധാന പങ്ക് വിഴിഞ്ഞം തുറമുഖം വഹിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും സംസ്ഥാന സർക്കാരിന്റെ ഇതുവരെയുള്ള ശ്രമങ്ങൾക്കുള്ളൊരു നേട്ടം കൂടിയാണ് ഈ ഒരു കോൺക്ലേവും അതിൽ ഉയർന്നു വന്നിരിക്കുന്ന 7288 കോടി രൂപയുടെ തുടക്കത്തിലെ നിക്ഷേപങ്ങൾക്കുള്ള ധാരണാപത്രമെന്നാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച